മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തും. മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ അനുമതിയില്ലാതെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്ന സാധനങ്ങൾ കഴിഞ്ഞ ആഴ്ച വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനംവകുപ്പ് തടഞ്ഞിരുന്നു. വൈക്കം സത്യഗ്രഹ ശതാബ്ദി സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ MK സ്റ്റാലിൻ കോട്ടയത്തെത്തുന്ന പശ്ചാത്തലത്തിലാണ് വൈകിട്ട് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മാസം 4-നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ 2 ലോറികളിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മണൽ കൊണ്ടുവന്നത്. അനുമതിയില്ലാതെ കൊണ്ടുവന്ന സാധനങ്ങൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനം വകുപ്പ് തടഞ്ഞു. ഇതിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് AIADMK രംഗത്തെത്തിയതോടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരം തമിഴ്നാട്ടിൽ അറിയിച്ചത്. അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെങ്കിൽ അക്കാര്യം കേരളത്തെ അറിയിക്കണമെന്ന വ്യവസ്ഥ ലംഘിച്ചായിരുന്നു തമിഴ്നാടിന്റെ നീക്കം. അണക്കെട്ടിലേക്ക് പെരിയാർ കടുവാ സങ്കേതത്തിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ കടുവാ സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടറുടെ അനുമതി തമിഴ്നാട് വാങ്ങിയിരുന്നില്ല. തുടർന്നാണ് കേരളം ലോറികൾ തടഞ്ഞിട്ടത്. വൈക്കം സത്യഗ്രഹ ശതാബ്ദി സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് MK സ്റ്റാലിൻ കോട്ടയത്തെത്തിയിരിക്കുന്നത്. 1 വർഷം മുമ്പ് ഉദ്ഘാടന വേളയിലും MK സ്റ്റാലിൻ വൈക്കത്തെത്തിയിരുന്നു. ഇതിനിടെ തമിഴ്നാടിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പമ്പ അച്ചൻകോവിൽ വെപ്പാർ നദീ സംയോജന പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ദേശീയ ജലവികസന ഏജൻസിയുടെ നീക്കത്തിലും കേരളത്തിന് ആശങ്കയുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ പശ്ചിമഘട്ട മേഖലയിൽ കേരളത്തിന്റെ 2004 ഹെക്ടർ വനഭൂമി വെള്ളത്തിനടിയിലാവുമെന്നാണ് സാധ്യതാ പഠന റിപ്പോർട്ട്. ഈ വിഷയത്തിൽ ദേശീയ ജലവികസന ഏജൻസിയെ എതിർപ്പറിയിക്കാൻ കേരളം ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരു മുഖ്യമന്ത്രിമാരുടെയും കൂടിക്കാഴ്ച. എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ നദീ സംയോജന വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പില്ല. ഈ വരുന്ന 17-ന് നടക്കുന്ന നദീ സംയോജന പദ്ധതികളുടെ പ്രത്യേക സമിതി യോഗത്തിൽ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് തന്നെ ശരിയായില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.